ഫൗസിയ യൂസഫ്. ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ട്രൈ ചെയ്യാം. ഈസി എന്ന് പറയാൻ കാരണം ഇത് ബാച്ചിലേഴ്സിന് കുക്ക് ചെയ്യാൻ മടിയുള്ളവർക്കും പെട്ടെന്ന് കുക്ക് ചെയ്യേണ്ടവർക്കും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ഒരുപാട് സമയമെടുത്തുണ്ടാക്കുന്ന ചിക്കൻ കറിയേക്കാളും ടേസ്റ്റിയുമാണ്. ആദ്യം എല്ലാ ഇറച്ചിക്കറികളിലും താരങ്ങളായ സവാള, തക്കാളി, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, മല്ലിയില ആൻഡ് കറി ലീവ്സ് ഇവരെല്ലാം എടുത്തു വെക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എല്ലാ ഇറച്ചിക്കറികളിലും ഈ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യാറ്, പക്ഷേ ഓരോരുത്തരും വെക്കുന്ന കറിക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ ഓരോരുത്തരും കുക്ക് ചെയ്യുന്ന രീതി അനുസരിച്ചും ഇടുന്ന പൊടികളുടെ അളവനുസരിച്ചും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. സോ ദാറ്റ് മേക്ക് ദ ഡിഫറൻസ്. 1.5 kg ചിക്കന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. 2 സവാള എടുത്തിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. തക്കാളിയും വേണം കേട്ടോ, 1 തക്കാളി. അതുപോലെ 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ആൻഡ് കറി ലീവ്സ്, ഇവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇവയെല്ലാം നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് 4 പീസായിട്ട് മുറിക്കുക. ഇത് അരച്ചെടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറച്ചിക്കറി വെക്കുമ്പോൾ സവാള അരിയാൻ മടിയുള്ളവർക്കൊരു പെർഫെക്റ്റ് ഓപ്ഷനാണിത്. ഒരു കുക്കർ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, ഇതിലും കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ്. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കും. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. വേണമെങ്കിൽ നമുക്കിതിനകത്ത് ഓയിൽ ഒഴിക്കുമ്പോൾ ഹോൾ മസാലാസ് ഒക്കെ ആഡ് ചെയ്യാം. നമ്മളിത് ഈസി ആയിട്ട് വെക്കുന്നതുകൊണ്ട് കഴിവതും ഇൻഗ്രീഡിയൻസ് കുറച്ച് യൂസ് ചെയ്യാം. അരച്ചു വെച്ച മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റുക. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരണം. ഇത് കഴുകി വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 കപ്പ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കറിൽ വിസിലിട്ട് അടയ്ക്കുക. ഇനി ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിച്ചിട്ട് ഓഫാക്കുക. 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ആക്കണം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും. പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ലേ ഇതിന്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും പെപ്പർ പൗഡറും ഇട്ട് കൂടുതൽ ടേസ്റ്റി ആക്കാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഉപയോഗിച്ചിട്ട് ഗാർണിഷും ചെയ്യാം. ഇല്ലെങ്കിലും അടിപൊളിയാണ്. ഇത് അരിപ്പത്തിരി, നെയ്ച്ചോറ്, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോംബോ ആണ്. എങ്കിൽ ഒരു 5 മിനിറ്റ്സ് തിളപ്പിച്ചാൽ അസാധ്യ ടേസ്റ്റാണ്. കുക്ക് ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.